ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്നലെ സ്റ്റേ അടിച്ച സ്ഥലത്ത് തന്നെയാണ്. രാവിലെ തന്നെ നമ്മുടെ കാറിന് മേലെ കുറേ പൂക്കളൊക്കെ വീണ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളിന്നലെ ടെൻറ്റ് സെറ്റ് ചെയ്തതാണിത്. ടെൻറ്റ് പുറത്താണ് സെറ്റ് ചെയ്തത്, കാരണം ഉള്ളിൽ ചൂടായിരിക്കും എന്ന് വെച്ചിട്ടേ. മനുവേട്ടൻ ചായ ഉണ്ടാക്കുകയാണ്. ഗ്രീൻ ടീ ആണ് കേട്ടോ. പിന്നെ മുട്ടയും ചോറും ആണ് നമ്മളിന്ന് വിചാരിക്കുന്നത്. മുട്ടയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മനോട്ടാ ചായ വെട്ടിത്തിളക്കാണ്. എഗ് ബുർജി ഉണ്ടാക്കുന്ന സംഗതിയാണ്. തീ കത്തിത്തീരുന്നതിന് മുമ്പ് ചെല്ലണം കേട്ടോ, ഇല്ലെങ്കിൽ തീ കത്തിത്തീരുന്ന സംഭവം അടുപ്പത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് കുറച്ചിട്ടാൽ മതി. ഇന്നലെ ഉപ്പ് കൂടുതലായിരുന്നു. അതാണ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തോ സാധനം മിസ്സായിട്ടുണ്ട്. എന്തായിരുന്നു? കുരുമുളക്. ഇതാണ് നമ്മുടെ വ്യൂ. ഇന്നത്തെ എന്ത് മനോഹരമായ സ്ഥലമാണ്. ഇന്നലെ വൈകിട്ട് കണ്ട പോലെ രാവിലെ നല്ല രസമുണ്ടല്ലോ ഇവിടെ കാണാൻ. രാവിലെ നല്ല രസമുണ്ട്, പൂക്കളൊക്കെ ആയിട്ട്. ഈ മരത്തിൽ നിന്നുള്ള പൂവാണ് മൊത്തം പൊഴിഞ്ഞു വീണത്. ഇന്നലെ ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ല. അതെ അതെ അതെ. രാവിലെ ആയപ്പോൾ എഴുന്നേറ്റപ്പോഴാണ് തീ കഴിഞ്ഞോ? തീന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. എഗ് ഒഴിച്ചില്ല. ഊരുതണ്ടികൾ രാവിലെ തന്നെ കുറച്ച് ലേറ്റായി പോയി എന്നുള്ളതാണ്. ലേറ്റായോ എഴുന്നേക്കാൻ? മനോട്ടാ എഴുന്നേക്കാൻ ലേറ്റായി. പൂ എനിക്ക് ചാടുന്നുണ്ടല്ലേ. തീ എന്താ കിട്ടുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, പക്ഷേ വളരെ തന്ത്രപൂർവ്വം എത്തിക്കണം. ഇത് വേറെ ഒന്നും ഉണ്ടാക്കുന്നുണ്ട് ഇനി. അങ്ങനെ കാണിക്കില്ലേ, അതിന് വൃത്തിക്കെടുത്ത് അത് കെട്ടുപോകും. അല്ല, ചുമ്മാ തള്ളി വെച്ച കത്തില്ല, അതിനെ കുറച്ച് അകത്തേക്ക് വെക്കണം. ആ പുക വരുന്നത് മാറ്റി തീ കത്തിക്കാൻ വേണം. എങ്ങനെ കത്തുന്നുണ്ടല്ലോ. വല്ലോ നടക്കുമോ? ഹലോ, ഫാൻ മേടിക്കായിരുന്നല്ലേ. എന്നിട്ട് ഗോതമ്പട അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഇരിക്കുന്നു. ഗോതമ്പ് കൊണ്ടുള്ള അപ്പം. നോൺ സ്റ്റിക്ക് ഫാൻ മേടിച്ചാൽ പോരെ? പൂ ചാടിയോ? ഒരു പൂ മാത്രം ഇതിൽ കുറച്ച് ചോറിട്ട് മിക്സ് ആക്കിയാലോ? അത് വേണോ? എന്താ
വേണമെങ്കിൽ വേണ്ട. അത് നല്ല രീതി തീരുമാനമായിരിക്കും. എന്നാൽ അതിലേക്ക് ചോറിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ചോറും ചൂടായി കിട്ടും. വേണ്ട, ചോറ് കളയണ്ട, നമുക്ക് ആ ചോറ് അങ്ങനെ തന്നെ എടുക്കാം. അങ്ങനെ തന്നെ എടുക്കാം. ഉച്ച കഴിക്കാമല്ലോ. ഉച്ച കഴിക്കാൻ പറ്റും. ചോറ് നല്ല വെച്ച് കുറേ ബാക്കിയായിരുന്നു എന്നുള്ളതാണ്. പൂ ചാടും, വേഗം എടുത്ത് എന്നിട്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതെന്തിനാടാ മാറ്റുന്നത്? ചീത്തയാ, ഉച്ചക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെയുണ്ടോ? നമ്മൾ ഉപയോഗിച്ച കയ്യിൽ കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ ചീത്തയാവും. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. കരിഞ്ഞരിഞ്ഞെടുത്തു. ഇതാണ് പുതിയ നിങ്ങൾക്കൊക്കെ വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്. എഗ് ബുർജി ഉണ്ടാക്കി അതിനകത്തേക്ക് ചോറൊക്കെ മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഈ പൊറോട്ടയിൽ ചിക്കൻ മിക്സ് ചെയ്യില്ലേ, കൊത്തു പൊറോട്ട, അതുപോലെ ഇത് കൊത്തു ചോറ്. അത് മതിയാവൂലേ? മതിയാവും മതിയാവും മതി. ഫ്രൈഡ് റൈസ് ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണോ? ആ, മറ്റേ റൈസ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് അല്ലേ? അതിന് മേലെ കുറച്ച് ഉള്ളിത്തണ്ടും രാവിലെ ഫ്രൈഡ് റൈസാണ്. പക്ഷെ റേഷൻ അരി കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളൂ അല്ലേ? യെസ്. ആ ചോറെടി മതി. മതിയോ? ഓക്കെയോ? ഓക്കെ. ഇത് എടുത്തുണ്ടോ ഇനി? വേണ്ടല്ലോ. വേണ്ട വേണ്ട, ഇവിടെ നിൽക്കട്ടെ അല്ലേ? കഴിച്ചാലോ? കഴിക്കാം. ഓഫാക്കില്ലോണോ?